Hi students, today's topic of discussion is acceptable solutions of psi or acceptable or well-behaved function. What do you mean by well-behaved function? എന്താണ് well-behaved function എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മാത്സിലൊക്കെ y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷനാണ്. അതേപോലെ ഒരു പാരബോളൻ്റെ ഇക്വേഷനാണ് വൈ സ്ക്വയർ ഈക്വൽ ടു 4ax. വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന് പറയുമ്പം ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ്. ഇത് ഒരു പാരബോള ജസ്റ്റ് കൺസിഡർ ചെയ്യുക. ഇങ്ങനെ ഒരു പാരബോള വൈ സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന് പറഞ്ഞാൽ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഈ ഒരു പാരബോളിനെയാണ് ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേപോലെ ഇത് സ്ട്രെയിറ്റ് ലൈനാണ്, ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ ഈ ഒരു ലൈനിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ ഇപ്പം എന്താണ് പറഞ്ഞത്? വെൽ ബിഹേവ്ഡ് ഫങ്ഷൻ. വെൽ ബിഹേവ്ഡ് ഫങ്ഷൻ എന്ന് പറയുമ്പം എന്താണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സൈ എന്ന് പറയുന്ന ഒരു ഫങ്ഷൻ, ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഒരുപാട് ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഫങ്ഷൻ ഉണ്ട്. അത് ആക്സെപ്റ്റബിൾ ആവണമെങ്കിൽ certain rules are there. Okay, certain rules are to be satisfied by that wave function to behave as a well behaved wave function and acceptable wave function. അത് ആക്സെപ്റ്റബിൾ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് certain rules ഫോളോ ചെയ്യണം. അതിൽ ഫസ്റ്റ് റൂളാണ് ഇപ്പോൾ പറയുന്നത് സൈ മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ്. അതായത് സൈ എന്ന് പറയുന്നത് സിംഗിൾ വാല്യൂഡ് ആവണം. ഓക്കെ, അതൊരു വെൽ ബിഹേവ്ഡ് ഫങ്ഷൻ ആണെന്ന് പറയണമെങ്കിൽ സൈ മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ്. സിംഗിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒറ്റ വാല്യൂ അതിന് ഉണ്ടാവാൻ പാടുള്ളൂ. ഓക്കെ, ഇറ്റ് മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ്. സോ സൈ മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ സപ്പോസ് സൈ ഈക്വൽ ടു സൈൻ എക്സ് എന്ന് എടുക്കാം. സൈൻ എക്സ് എടുക്കാം. സൈൻ എക്സ് ഉണ്ട്, അതൊരു സൈ ആണ് വേവ് ഫങ്ഷൻ. ഒരുപാട് വേവ് ഫങ്ഷൻ ഉണ്ട് ക്വാണ്ടം മെക്കാനിക്സിൽ. ഇ റേസ് ടു എക്സ് എടുക്കാം. ഇനി സൈൻ എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരക്കുക? സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഡു യു നോ ഹൗ ടു ഡ്രോ ദ സൈൻ എക്സ് ഗ്രാഫ്? സൈൻ എക്സിൻ്റെ ഗ്രാഫ് ഇതേപോലെ വരക്കും, ക്രെസ്റ്റും ട്രഫുമായിട്ട്. സോ സൈയും wave function psi, that is sin x, x-axis. This is x-axis and this is y-axis. Okay. So ഇതിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുമ്പം അതിൽ x-axisൽ ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിനൊറ്റ വാല്യൂ ഉള്ളൂ സൈ, അത് ഈ വാല്യൂ ആണ്. ഇതിൽ ഏതാണോ ഇവിടെ വാല്യൂ വരുന്നത് ഒറ്റൊരു വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാ വേവ് ഫംഗ്ഷനും ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. അപ്പം അതിൻ്റെ ഗ്രാഫിലുള്ള വാല്യൂ ആണ് പറയാൻ പോകുന്നത്. അപ്പം ഇതിൽ ഒറ്റ വാല്യൂ ഉള്ളൂ. സപ്പോസ് ഇവിടെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു സ്ഥലം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ നേരെ ഈ ഒരു വാല്യൂ ആണ് കിട്ടുക. ഇനി ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ നേരെ ഈ ഒരു വാല്യൂ ആണ് കിട്ടുക. അതായത് ഇതിൻ്റെ വാല്യൂ ഇതായിരിക്കും, ഇതിൻ്റെ വാല്യൂ ഇവിടെ ആയിരിക്കും. ഓരോ പോയിൻ്റ് എക്സ് ആക്സിസിൽ കൺസിഡർ ചെയ്യുമ്പോഴും ഒറ്റ വാല്യൂ മാത്രമേ സൈക്ക് കിട്ടുള്ളൂ. ദാറ്റ് ഈസ് സൈ മസ്റ്റ് ബി സിംഗിൾ വാല്യൂഡ് ഹിയർ. അല്ലേ, ഒറ്റ വാല്യൂ ഉള്ളൂ. ഇനി ഒറ്റ വാല്യൂ അല്ല, മൾട്ടി വാല്യൂ എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ മൾട്ടി വാല്യൂ ഉള്ള ഗ്രാഫ് കൺസിഡർ ചെയ്യാം. സപ്പോസ് ഗ്രാഫ് ഇങ്ങനെയാണ്, വേറൊരു ഫങ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. സോ ഇങ്ങനെ കൺസിഡർ ചെയ്താൽ ഇതിൽ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക, ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക, പിന്നെ ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക, ഇവിടെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം,
സോറി ഇവിടെ അല്ല, ഇവിടെ നേരെ ഒരേ ലൈനിൽ തന്നെ ഓരോ പോയിന്റ് കൺസിഡർ ചെയ്യുമ്പോഴും ഈ ഒരു എക്സ് എന്ന് പറയുന്ന ആക്സിസിനോട് കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരുപാട് സൈ വാല്യൂ കിട്ടുന്നുണ്ട് അല്ലേ. ഇതൊക്കെ സൈ വാല്യൂ ആണ്. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസിൽ ഒരു പോയിന്റ് ആയിരിക്കും, അതിനെ കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരുപാട് സൈ വാല്യൂ ഇവിടെ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ സൈ വാല്യൂസ് ആണ്. സോ ഹിയർ വി ക്യാൻ സേ ദാറ്റ് സൈ മസ്റ്റ് ബി മൾട്ടി വാല്യൂഡ്. മൾട്ടി വാല്യൂ ആണ് സൈക്ക് എന്ന് പറയാൻ പറ്റും. Okay, that is the first condition for the well behaved function, that is psi must be single valued. അപ്പോൾ psi must be single valued എന്ന് പറഞ്ഞു. അപ്പോൾ psi എന്ന് പറയുന്നത് എന്താണ്? ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ ഫങ്ഷൻ എന്ത് പഠിക്കാനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് psi എന്ന് പറയുന്നത്? അതായത് ഇലക്ട്രോണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുന്നതാണ് psi. സോ അതിന് മീനിങ് എന്താണ്? psi must be single valued എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയോറിറ്റിക്കൽ ബേസിൽ അതിൻ്റെ മീനിങ് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ ദർ മസ്റ്റ് ഹാവ് ഓൺലി വൺ വാല്യൂ. അതായത് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ, ആ പാർട്ടിക്കിൾ കാണപ്പെടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് സാധ്യത, അതായത് അതിന് ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ മീനിങ്. സോ സൈ ദർ മസ്റ്റ് ബി എ സിംഗിൾ വാല്യൂഡ്, ഒരു സിംഗിൾ വാല്യൂ ഉള്ള ഇതായിരിക്കണം സൈ എന്നുള്ളത്. ഇനി അടുത്തത് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സൈ മസ്റ്റ് ബി ഫൈനൈറ്റ് എന്നുള്ളതാണ്. ഫൈനൈറ്റ് എന്ന് പറഞ്ഞാലുള്ള മീനിങ് എന്താണ്? ഫൈനൈറ്റ്, ഇൻഫൈനൈറ്റ്. ഫൈനൈറ്റ് എന്ന് പറയുമ്പം ഇവിടെ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. സൈ എക്സ്, ദിസ് ഇസ് ദ സെക്കൻഡ് പോയിന്റ്. ഇവിടെ എക്സ് ഇതാണ് ഗ്രാഫ് എന്ന് വിചാരിക്കാം. ഇവിടെ എക്സ് കൂടുമ്പം സൈ കുറയാണ് അല്ലേ. എക്സ് ഇവിടെ ഇങ്ങനെ കൂടി വരികയാണ്, എക്സ് കൂടുകയാണ് ഇങ്ങനെ. അപ്പോൾ എന്താ സൈക്ക് എന്താ സംഭവിക്കുന്നത്? സൈ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്, ഇങ്ങനെ പോകും ഗ്രാഫ്, അപ്പോൾ കുറയും. അപ്പോൾ എക്സ് കൂടുന്തോറും സൈ കുറയാണ്. ദാറ്റ് ഇസ് ദ ഗ്രാഫ് ഇൻഡിക്കേറ്റ്. ആൻഡ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് മസ്റ്റ് ഹാവ് ഫൈനൈറ്റ് വാല്യൂ ഓഫ് സൈ. സൈക്കൊരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ട് ഇവിടെ. സൈ കുറഞ്ഞു വരികയാണ്, സൈക്കൊരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടെന്ന് പറയാം. ഓക്കെ, സൈക്ക് ഫൈനൈറ്റ് വാല്യൂ ഉണ്ടെന്ന് പറയാൻ പറ്റും. ഇനി സൈ ഇൻഫിനൈറ്റ് ആണെന്ന് എങ്ങനെ പറയാൻ പറ്റും? സൈ ഇൻഫിനൈറ്റ് ആണെന്ന്, സൈ ഇസ് ഇൻഫിനൈറ്റ്. സേ ഫ്രം ദിസ് ഗ്രാഫ്, ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. അപ്പം ഇതിൽ സൈൻ്റെ വാല്യൂ ഇങ്ങനെ പോകും. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ എന്താണ്? ഇതൊരു ഇൻഫിനൈറ്റ് ആണ്, എവിടെയും കോയിൻസൈഡ് ചെയ്യുന്നില്ല. ദർ മസ്റ്റ് ബി ഇൻഫിനിറ്റ് വാല്യൂ ഫോർ സൈ. സൈക്ക് ഇൻഫിനിറ്റ് വാല്യൂ ഉണ്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് പറയുന്നത് സൈ മസ്റ്റ് ബി ഇൻഫിനിറ്റ്. സൈ ഇൻഫിനിറ്റ് ആയിരിക്കണം. സെക്കൻഡ് പോയിന്റ് എന്താണ്? സൈ മസ്റ്റ് ബി ഫൈനൈറ്റ്. ഇപ്പോൾ സൈ എന്ന് പറയുന്നത് ഒരു ആക്സെപ്റ്റബിൾ വേവ് ഫങ്ഷൻ ആണെങ്കിൽ, സൈ എന്ന് പറയുന്നത് ആക്സെപ്റ്റബിൾ വേവ് ഫങ്ഷൻ ആവണമെങ്കിൽ ഇത് ഫൈനൈറ്റ് ആവണം. ഫൈനൈറ്റ് ആവണം എന്നാണ് സെക്കൻഡ് പോയിന്റ്. ഇറ്റ് ഈസ് സൈ കനോട്ട് ബി ഇൻഫിനൈറ്റ് അറ്റ് എനി പോയിന്റ്. ഇൻഫിനിറ്റ് ആവാൻ പാടില്ല. ആക്സെപ്റ്റബിൾ ആവുന്നുള്ള രണ്ടാമത്തെ കണ്ടീഷനാണിത്. ഇനി തേർഡ് കണ്ടീഷനിലോട്ട് പോവാം. എന്താണ് തേർഡ് കണ്ടീഷൻ? കണ്ടിന്യൂസ് ആവണം. സൈ മസ്റ്റ് ബി കണ്ടിന്യൂസ് എന്നുള്ളത്. കണ്ടിന്യൂസ് മീൻസ് വാട്ട്? ബ്രേക്ക് വരാൻ പാടില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവണം എന്നുള്ളത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവണം എന്ന് പറയുമ്പം നോക്കുക, ഈ ഒരു ഗ്രാഫ് കൺസിഡർ ചെയ്യാം. ഈ ഒരു ഗ്രാഫിൽ ഇങ്ങനൊരു ഗ്രാഫ് കിട്ടി. അതായത് സർട്ടൻ വാല്യൂക്ക് എന്തെങ്കിലും വാല്യൂ, ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക? നമ്മൾ ഗ്രാഫ് വാല്യൂ എടുത്തിട്ടാണ് ഗ്രാഫ് വരയ്ക്കുക. അപ്പോൾ ആ വാല്യൂവിൻ്റെ ബേസ് ചെയ്തിട്ട് ഗ്രാഫ് വരച്ചപ്പം ഇങ്ങനെയാണ് ഗ്രാഫ് കിട്ടിയത്. ഇതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ടോ ഈ ഗ്രാഫിന്? ഇല്ല, കണ്ടിന്യൂറ്റി ഇല്ല. കാരണം ഇവിടെ ഒരു ബ്രേക്ക് വന്നു അല്ലേ. ഇവിടെ ഒരു ബ്രേക്ക് വന്നു കാരണം ആദ്യം വാല്യൂ ചെറുതെന്ന് വലുതേക്കിൽ പോയി, പിന്നെ വാല്യൂ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. കണ്ടിന്യൂസ് ആണെന്ന് പറയണമെങ്കിൽ ഇതിനോട് ഇങ്ങനെ വരണമായിരുന്നു, പക്ഷെ അത് വന്നിട്ടില്ല. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇവിടെ എന്ത് പറയാം? ഇതിനൊരു കണ്ടിന്യൂറ്റി ഇല്ല എന്ന് പറയാൻ പറ്റും. ഇനി സപ്പോസ് ഒരു കണ്ടിന്യൂസ് ആയ ഗ്രാഫ് കൺസിഡർ ചെയ്യാം. കണ്ടിന്യൂസ് ആയ ഗ്രാഫ് എങ്ങനെയാണ് ഉണ്ടാവുക? ഇങ്ങനെ
ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് സിംഗിൾ വാല്യൂഡ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നേരത്തെ നമ്മൾ സൈൻ എക്സിൻ്റെ കേസിൽ വരച്ച ഗ്രാഫാണിത്. അപ്പോൾ ഇതിനെ സിംഗിൾ വാല്യൂഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വെൽ ബിഹേവ്ഡ് ഫങ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ആദ്യത്തെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, തേർഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇതിൽ സിംഗിൾ വാല്യൂഡ് സാറ്റിസ്ഫൈഡ് ആണ്. അതേപോലെ ഫൈനൈറ്റ് സെക്കൻഡ് റൂള് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇതൊരു ഫൈനൈറ്റ് സ്ട്രക്ചർ ഫൈനൈറ്റ് ആണ്, കാരണം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രാഫ്. അപ്പോൾ ഇറ്റ് മസ്റ്റ് ബി ഫൈനൈറ്റ് ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ മൂന്നാമത്തെ പോയിന്റ് ആണ് കണ്ടിന്യൂസ് ആണെന്നുള്ളത്. ഇത് കണ്ടിന്യൂസും കൂടിയാണ്. അപ്പോൾ ഇതിന് ബ്രേക്ക് വരാൻ പാടില്ല. അതാണ് കണ്ടിന്യൂറ്റി എന്നുള്ള മീനിങ്. എന്താണ്, ബ്രേക്ക് വരാൻ പാടില്ല. അപ്പോൾ ഇവിടെ ബ്രേക്ക് ഒന്നുമില്ല, ഈ ഗ്രാഫ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ 3 കണ്ടീഷനും ഈ ഒരു ഗ്രാഫ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, സൈൻ എക്സ് എന്നുള്ളത്. ഓക്കെ, അപ്പം അതൊരു എക്സാമ്പിളാണ്. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ തേർഡ് പോസ്റ്റ്ലേറ്റ് എന്ന് പറഞ്ഞാൽ സൈ മസ്റ്റ് ബി കണ്ടിന്യൂസ്, നോട്ട് പോസ്റ്റ്ലേറ്റ്. തേർഡ് കണ്ടീഷൻ സൈ മസ്റ്റ് ബി കണ്ടിന്യൂസ് എന്ന് പറയും. ഇനി ഫോർത്ത് എന്ന് പറയുന്നത് കുറച്ചൊരു എന്താണ്, നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഒരു അടുത്ത ലെവലിലോട്ട് പോവാണ് ആ ഫോർത്ത് കണ്ടീഷൻ പറയുമ്പോൾ. അപ്പോൾ അത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫോർത്ത് അതിൻ്റെ കൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് മെയിൻ ചെയ്തത്. സൈ മസ്റ്റ് ബി ക്വാഡ്രാറ്റിക്കലി ഇൻറ്റഗ്രബിൾ, ദാറ്റ് ഈസ് ദ ഫോർത്ത് കണ്ടീഷൻ. എന്താണ് ക്വാഡ്രാറ്റിക്കലി ഇൻറ്റഗ്രബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്വാഡ്രാറ്റിക്കലി ഇൻറ്റഗ്രബിൾ, that is psi must be quadratically integrable, that is the integral over all space. ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അതാണ് മീനിങ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് ക്വാഡ്രാറ്റിക്കലി ഇൻറ്റഗ്രബിൾ ആണെന്ന് പറയുന്നത്. സോ ഇതിൻ്റെ റൂള്, ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് സൈ ഡീറ്റോ. അതായത് സൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് വാട്ട് വി ആർ ഡൂയിങ് ഹിയർ. ഓക്കെ, സൈനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താണ് കിട്ടുന്നത്? ദാറ്റ് ഈസ് ഒരു റിയൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആയിരിക്കും കിട്ടുക. വി ആർ ഗെറ്റിംഗ് എ റിയൽ ആൻഡ് ഫൈനൈറ്റ് ആൻസർ വൈൽ വി ആർ ഇൻ്റഗ്രേറ്റഡ് ദിസ് സൈ ഇൻറ്റു സൈ. സൈ ഇൻറ്റു സൈ എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സൈ സ്ക്വയർ. ഇപ്പോൾ സൈ സ്ക്വയറിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിയൽ ആയിട്ടുള്ള ഫൈനായിട്ടുള്ള ആൻസർ കിട്ടും. സപ്പോസ് ഈ സൈ എന്ന് പറയുന്നത് ഞാൻ മുന്നേ സൂചിപ്പിച്ചിരുന്നു, ഒരു കോംപ്ലക്സ് നമ്പർ സൂചിപ്പിച്ചിരുന്നു. അത് കോംപ്ലക്സ് നമ്പർ ആണെന്ന് വിചാരിക്കാം. അതായത് സൈ ഒരു കോംപ്ലക്സ് നമ്പർ ആണെന്ന് വിചാരിക്കുക. Suppose complex number includes in the form which is in the form a plus ib. ഈ a plus ib എന്ന് പറഞ്ഞ ഫോം ഉണ്ട്. ഈ ഫോമിലുള്ള നമ്പേഴ്സാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. e raised to ix, ഇതൊക്കെ കോംപ്ലക്സ് നമ്പേഴ്സിൽ പെടും. അപ്പോൾ ഈ സൈ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ, സപ്പോസ് സൈ ഇസ് എ കോംപ്ലക്സ് നമ്പർ, അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ the condition is somewhat different. That is what we are doing is psi into psi star dτ, and that must be equal to ഈ dτ എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം സാധാരണ ഇൻ്റഗ്രൽ പറഞ്ഞിട്ട് dτ കൊടുക്കാറില്ലേ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം? ആ dτ തന്നെയാണിത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനുള്ള. അപ്പോൾ ഈ ഒരു ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് റിയൽ ഓർ ഫൈനൈറ്റ് ആയിരിക്കും. അപ്പോൾ സൈ, ഇഫ് ദ സൈ ഈസ് എ കോംപ്ലക്സ് കോൺജുഗേറ്റ്, കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ വാട്ട് വി ആർ ഡൂയിങ് ഇസ്, എന്താ ചെയ്യുന്നത് വെച്ചാൽ കോംപ്ലക്സ് കോൺജുഗേറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതായത് കോംപ്ലക്സ് കോൺജുഗേറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അതാണ് ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായോ? സൈ ഒരു കോംപ്ലക്സ് നമ്പർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? ഈ സൈ സ്റ്റാർ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ്. അതിൻ്റെ
കോഞ്ചുഗേറ്റ്, ആ കോംപ്ലക്സ് നമ്പറിൻ്റെ കോഞ്ചുഗേറ്റ് എടുക്കുക. ഓക്കെ, കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് റിയൽ ആൻഡ് ഫൈനൈറ്റ് കിട്ടും. സോ ഇതാണ് ഫോർത്ത് റൂൾ എന്ന് പറയുന്നത്, ക്വാഡ്രാറ്റിക്കലി ഇൻ്റഗ്രബിൾ എന്ന് പറയും. അപ്പം ക്വാഡ്രാറ്റിക്കലി ഇൻ്റഗ്രബിൾ, ഈ സൈ സ്റ്റാർ സൈ എന്ന് പറയുന്ന ഈ ടേം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി പോസ്റ്റ്ലേസ് വരുമ്പം, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പോസ്റ്റ്ലേസ് വരുമ്പം അവിടെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഐഡിയ നന്നായിട്ട് കിട്ടും. ഈ സൈ സ്റ്റാർ സൈ, ഇവിടെ പറയേണ്ടത് ഇതാണ്, സൈ സ്റ്റാർ സൈ ഡീറ്റോ എന്ന് പറയുന്നത് ഇസ് എ ഫൈനൈറ്റ് റിയൽ നമ്പർ. എപ്പോഴും സൈ സ്റ്റാർ സൈ ഡീറ്റോ എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ആയ റിയൽ നമ്പർ ആയിരിക്കും, ഫൈനൈറ്റ് റിയൽ നമ്പർ ആവും. സോ സൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താ, സൈ ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. അപ്പോൾ സൈനെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുത്തിട്ട് സൈൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എപ്പോഴാണ് ഇത് ചെയ്യുന്നത്, സൈ ഒരു കോംപ്ലക്സ് നമ്പർ ആവുമ്പോൾ. ഓക്കെ, റിയൽ ആണെങ്കിൽ കുഴപ്പമില്ല, അത് ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. റിയൽ അല്ല, കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് എടുക്കുക. ആ കോംപ്ലക്സ് കോഞ്ചുഗേറ്റ് ആണ് സൈ സ്റ്റാർ എന്ന് പറയുന്നത്. സൈ സ്റ്റാർ ഇൻറ്റു സൈ ഡീറ്റോ ഇസ് എ റിയൽ ആൻഡ് ഫൈനൈറ്റ്. ഓക്കെ, ഇതാണ് 4 ആക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷനുള്ള കണ്ടീഷൻസ്. ഇത് 2 മാർക്സിനൊക്കെ ചോദിക്കാറുണ്ട്. ഇസ് എ ഫംഗ്ഷൻ ഒബേയിങ് ദ അബവ് കണ്ടീഷൻ ഇസ് സെഡ് ടു ബി വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ എന്ന് പറയും. ഒരു വെൽ ബിഹേവ്ഡ് ഫംഗ്ഷന് പറയുന്ന കണ്ടീഷൻസാണ് ഇത്രയും 4 കണ്ടീഷൻ. ആ ഫംഗ്ഷൻ ഇത് ഒബേ ചെയ്യുകയാണെങ്കിൽ അതിനെ വെൽ ബിഹേവ്ഡ് ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട്. താങ്ക് യു.